We are going to start the class. In the last class, we completed that fourth lesson, right? Fourth lesson നമ്മൾ complete ചെയ്തില്ലേ? എന്റെ ദേവാഞ്ജന ഇരിക്കുന്നില്ലേ ക്ലാസ്സില്? Okay, listen here. Page number 19 നിങ്ങളോട് ഞാനൊരു ലെറ്റർ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. Write a letter to your grandfather thanking him for a wonderful birthday gift. എഴുതിയിട്ടുണ്ടായിരുന്നു. എത്ര പേര് എഴുതിയിട്ടുണ്ട്? ഹോംവർക്ക് ചെയ്യാതെ വന്നവർ എത്ര പേരുണ്ട്? ഹോംവർക്ക് ചെയ്യാതെ വന്നവർ എത്ര പേരുണ്ട്? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഫിനിഷ് ചെയ്ത് വരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾക്ക് കഴിഞ്ഞ ലെസന്റെ തൊട്ട് മുന്നത്തെ ലെസണിൽ ഒരു വർക്ക് ചെയ്യാനുണ്ട് അത്രേ അല്ലെ? ഗ്രാനി പ്ലീസ് കോം മൈ ഹാൻഡിൽ പേജ് നമ്പർ 11 മേക്ക് സെന്റൻസസ് വിത്ത് ദീസ് വേർഡ്സ്. താഴെ തന്നിരിക്കുന്ന വേർഡ്സ് വെച്ചിട്ട് സെന്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് മിസ് എഴുതി തന്നിട്ടില്ലല്ലോ നമുക്കൊക്കെ? ഇല്ല, അത് ഞാൻ ഇപ്പൊ തന്നെ എഴുതി തന്നേക്കാം. ഇപ്പോഴല്ല, ക്ലാസ് കഴിഞ്ഞിട്ട്. അതും പിന്നെ ഈ ലെറ്ററും കൂടി നമ്മൾക്ക് എഴുതിയേക്കാം. അത് രണ്ടും മിസ് നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു തന്നേക്കാം. Then fifth lesson, my tree. I will read that poem once. That is a poem having how many stanzas there? My Tree is a poem written by Garnet Engel, and it is a poem having 4 stanzas. And I will read that poem once. Listen here. Ende ashine parna mone. ഗ്രാനീന്റെ പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയിരുന്നു. ഗ്രാനീന്റെ പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടണത്രയാ? നമ്മുടെ വൈസ് മിനിസ്റ്റർ എന്നുള്ള പാഠത്തിലെ ലെസൺ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഇല്ല. അതിന് അപ്പൊ 2 ലെസന്റെ ക്വസ്റ്റ്യൻ ആൻസർ മിസ് തരാനുണ്ട് ഓൾറെഡി. അതും തന്നേക്കാം, ഇന്ന് തന്നെ തന്നേക്കാം. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ കുട്ടികൾക്ക് കൊടുത്ത് വരുന്നുണ്ട്. ഫസ്റ്റിന്റെ സെക്കൻഡിന്റെ ഇപ്പൊ കൊടുത്തിട്ടുണ്ട്, താഴ്ന്ന് ഫിഫ്ത്തിന്റെ കൊടുത്തിട്ടുണ്ട്. ഇനി ഫോർത്തിന്റെ ഞാനിപ്പോ ടൈപ്പ് ചെയ്തേക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ യുവർ ഇൻഫർമേഷൻ. ഓക്കെ, മിസ് വായിക്കാണ്. പോയം ശ്രദ്ധിച്ചു കേൾക്കാം. ഓ ട്രീ so big and stout and strong, you have lived so very, very long, 100 years or more, I'm told, and yet you are not so old. 100 secrets you could tell of children whom you love so well, who came and sat beneath your shade or underneath your branches played. 100 birds have built their nest. Your leaves have softly kissed their breast. Your branches seems to touch the sky. Yet you were once as small as I. Someday, when I have grown up too, I am coming back to visit you. And change it though other things will be, I will find the same dear friendly tree. പോയതിന്റെ മീനിങ് നോക്കാം നമുക്ക്. റെഡി അല്ലേ? ആർ യു റെഡി? യെസ്, ഓക്കെ. ഫസ്റ്റ് ആൻസർ, ഓ ട്രീ so big and stout and strong, you have lived so very, very long, 100 years or more, I am told, and yet you are not so very old. Here the speaker is a child, the poet is a child, and it is the poet communicate with that tree. അല്ലേ? നമ്മുടെ പോയിട്ട് ഒരു ചൈൽഡ് ആയിട്ടാണ് ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഒരു കുട്ടിയായിട്ടാണ് പോയിട്ട് ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. കുട്ടി ട്രീനോട് പറയാണ്, മരത്തിനോട് പറയാണ് എന്താണ്? ഓ ട്രീ so big and stout and strong. എന്താ പറയുന്നത് ആ മരത്തിനോട്, വലിയ മരത്തിനോട്? ഓ ട്രീ, you are very big, you are very stout and you are very strong. വലിയ മരം എങ്ങനെയായിരിക്കാം? എങ്ങനെയുണ്ടാവുക? ഇറ്റ് ഈസ് വെരി സ്ട്രോങ് അല്ലേ? ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് സ്ടൗട്ട്. സ്ടൗട്ട് മീൻസ് തടിച്ചത്. സ്ടൗട്ട് എന്ന് പറഞ്ഞാൽ തടിച്ച എന്നാണ് മീനിങ്. The tree is very stout, right? ട്രീ നല്ല സ്റ്റൗട്ട് ആയിട്ട് തടിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. നമ്മളൊന്ന് ഉന്തിക്കഴിഞ്ഞാൽ അങ്ങോട്ട് വീഴുവോ?
നമ്മളൊന്ന് ആ മരത്തിനെ പോയിട്ട് തൊട്ടിട്ടൊന്നും അങ്ങോട്ടേക്ക് ഉന്തിക്കഴിഞ്ഞാൽ വീഴുവോ? ഇല്ല. പകരം ഞാനിപ്പോ ഇവിടെ ദേവപ്രിയ ഇരിക്കുന്നത്, ദേവപ്രിയനെ ഒന്ന് ഉന്തിക്കഴിഞ്ഞാൽ ദേവപ്രിയ അങ്ങോട്ടേക്ക് വീഴും അല്ലെ? പക്ഷെ മരം അങ്ങനെയാണോ? ട്രീ അങ്ങനെയാണോ? അല്ല. ട്രീ ഈസ് വെരി സ്ട്രോങ് ആൻഡ് ഇറ്റ് ഈസ് വെരി സ്റ്റൗട്ട്. തടിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ ട്രീനോട് പറയാണ് കുട്ടി, ഓ ട്രീ, യു ആർ ബിഗ്, യു ആർ സ്റ്റൗട്ട് ആൻഡ് യു ആർ വെരി സ്ട്രോങ്. You have lived so very, very long. You are aged. The child says that you are very aged. You have lived so many years. അല്ലേ? നീ എത്ര കാലമായി ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്? പെട്ടെന്ന് ഒരു മരം കൊണ്ടുപോയി നമുക്ക് നട്ടു വെക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. നമ്മൾ ആദ്യം ഒരു ചെറിയ ചെടി നടണം, ഇല്ലേ? അത് വർഷങ്ങളെടുത്ത് ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ട് വേണം അത് വലുതായി 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 ഒരു സ്ട്രോങ് ട്രീ ആയിട്ട് മാറാൻ എത്രയോ വർഷങ്ങൾ എടുത്തേക്കാം അല്ലേ? യെസ്, യു ഹാവ് ലിവ്ഡ് സോ വെരി വെരി ലോങ്. ദി ചൈൽഡ് സേസ് ദാറ്റ്. അല്ലേ? കുട്ടി എന്താ പറയുന്നത്? യു ഹാവ് ലിവ്ഡ് സോ വെരി വെരി ഇയേഴ്സ്. നീ ഒരുപാട് വർഷങ്ങളോളം നീ ജീവിച്ചിരിക്കുന്നുണ്ട്. 100 years or more I am told, and yet you are not so very old. 100 years or more. The child says to the tree that you are very strong, you are very stout, and you have lived so many years. Okay, 100 years or more. 100 അതിലധികമോ വർഷം നീ ജീവിച്ചിരിക്കുന്നുണ്ട് അല്ലേ? 100 years or more. 100 വർഷത്തിലധികം നീ ജീവിച്ചിരിക്കുന്നു. I am told. ഞാൻ പറയട്ടെ. And yet you are not so very old. അല്ലെ? ഇത്രയും വർഷക്കാലം, 100-ലധികം വർഷക്കാലം നീ ജീവിച്ചിരുന്നിട്ടും you seems to be a young one. അല്ലെ? നീ ഇപ്പോഴും കാണാൻ എങ്ങനെയാണ്? വയസ്സായതുപോലെയാണോ? അല്ല. You are still young. നീ ഇപ്പോഴും എന്താണ്? യങ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൗവനമാണ് അല്ലെ? അതായത് ചെറുപ്പമാണ്. നീ ഇപ്പോഴും ചെറുപ്പം തന്നെയാണ്. ഇത്രയും കാലം നീ ജീവിച്ചിരുന്നു എന്നിട്ടോ? But you are still young one. Andros Prince, Fedrin John, Abdul Basit. വീഡിയോ ഓൺ ചെയ്തിട്ടിരുന്ന അബ്ദിയ ഫാത്തിമ മെഹഫൂസ വിളിച്ചിട്ടിരുന്ന മോളെ. അപ്പൊ ഒന്നാമത്തെ സ്റ്റാൻസ് കിട്ടിയല്ലോ. The speaker is a child and the child communicates with a tree and the child says that, oh tree, you are big and stout and strong. You have lived so very very long, 100 years or more I am told, and yet you are not so very old. Look at the second stanza. Second stanza nokiko. 100 secrets you could tell of children whom you love so well, who came and sat beneath your shade or underneath your branches played. Second stanza onnuകൂടി നോക്കിക്കോ. 100 secrets you could tell of children whom you love so well. അല്ലേ? 1000 കഥകൾ അല്ലെ, 1000 സീക്രട്സ് നിനക്ക് പറയാനുണ്ടാകാം. ആരെ കുറിച്ച്? അബൌട്ട് ചിൽഡ്രൻ ഹു ലവ്ഡ് സോ മച്ച്. നിന്നെ സ്നേഹിച്ച അല്ലെ, നീ അങ്ങോട്ട് സ്നേഹിച്ച ഒരുപാട് കുട്ടികളെ കുറിച്ചുള്ള സീക്രട്സ് നിനക്ക് പറയാനുണ്ടാകാം അല്ലെ? ഒരു മരത്തിന് എത്ര അനുഭവങ്ങൾ ഉണ്ടാകാം? ഒരു വലിയ ട്രീക്ക് എത്ര അനുഭവങ്ങൾ ഉണ്ടാകാം? ഈ 100 ഇയേഴ്സ് അല്ലെങ്കിൽ 100-ലധികം വർഷങ്ങൾ ജീവിച്ചിരിക്കുന്ന ഒരു ട്രീക്ക് എത്രയെത്ര അനുഭവങ്ങൾ ഉണ്ടായേക്കാം അല്ലെ? ഓരോ ദിവസങ്ങളും കളിക്കാൻ വരുന്ന കുട്ടികള് അല്ലെ? അതിന്റെ ഷേഡിൽ നിന്നും ബ്രാഞ്ചിൽ നിന്നും നമ്മൾ സാറ്റ് കളിക്കുന്നു, അവിടെ ഇരുന്ന് ചോറും കറിയും വെച്ച് കളിക്കുന്നു അല്ലെ? ഒരുപാട് കുട്ടികള് എന്തൊക്കെ ചെയ്യുന്നുണ്ട് കുട്ടികള്? യെസ്. And the poet says that you have 100 secrets can tell of children whom you love so well. നിന്നെ സ്നേഹിച്ച ഒരുപാട് കുട്ടികളുടെ കഥ നിനക്ക് പറയാനുണ്ടാകാം. Whom came and sat beneath your shade or underneath your branches played. അല്ലെ? നിന്റെ മരത്തിന്റെ തണലിൽ വന്നിരുന്നതും നിന്റെ മരത്തിന്റെ ഷെയ്ഡിൽ വന്നു, അതായത് തണലിൽ വന്ന് കളിച്ചതുമായ എത്രയോ കുട്ടികളുടെ കഥകൾ നിനക്ക് പറയാനുണ്ടാകാം. 100 secrets you could tell of children whom you love so well, who came and sat beneath your shade or underneath your branches played. Third stanza.
100 birds have built their nest. അല്ലേ? ഒരു 100 പക്ഷികൾ നിന്റെ ബ്രാഞ്ചസിൽ വന്ന് കൂട് കൂട്ടിയിട്ടുണ്ടാകാം. അല്ലേ? 100 birds have built their nest. Nest means പക്ഷിക്കൂടാണ്. Built means നിർമ്മിക്കുക. ഓക്കെ, ശ്രദ്ധിക്കണേ ഇവിടെ സേറ. നല്ല മോളായിട്ട് ക്ലാസ്സിലിരിക്കുന്നത്. അപ്പൊ ക്ലാസ്സിലെ പോയം ശ്രദ്ധിച്ചിരിക്കുക കേട്ടാ. എക്സാം എഴുതേണ്ടതാണ്. 100 birds have built their nest. അല്ലേ? ഒരുപാട് പക്ഷികൾ അതിന്റെ കൂടുകൾ നിന്റെ മരത്തിന്റെ ബ്രാഞ്ചസിൽ നിർമ്മിച്ചിട്ടുണ്ടാകാം. Your leaves have softly kissed their breast. അല്ലേ? Your leaves have softly kissed their breast. Your branches seems to touch the sky, yet you were once as small as I. Okay. Your leaves have softly kissed their breast. Breast here means ഹൃദയം എന്നുള്ള മീനിങ് മാത്രം എടുത്താൽ മതി. breast ഹൃദയം എന്നുള്ള മീനിങ് എടുത്താൽ മതി. ഓക്കെ ഇല്ലേ? Your leaves have softly kissed their breast. ആ കുട്ടികളുടെ ഹൃദയത്തിന്റെ അല്ലെ നെഞ്ചിന്റെ മുകളിലേക്ക് നിന്റെ ഇലകൾ എത്ര സോഫ്റ്റ് ആയിട്ട് അവരെ കിസ് ചെയ്തിട്ടുണ്ടാകാം, ഉമ്മ വെച്ചിട്ടുണ്ടാകാം. അല്ലെ? മരത്തിന്റെ ഇലകള് വീഴും അല്ലെ? നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മരത്തിന്റെ ഇലകൾ കാറ്റത്ത് വീഴാറുണ്ട്, നമ്മൾ മേത്ത് വീഴാറില്ലേ? അതിന് കവി പറയുന്നത്, ഇവിടെ പോയിട്ട് പറയുന്നത് എങ്ങനെയാണ്? Your leaves have softly kissed their breast. Kissed the children's breast. കുട്ടികളുടെ അല്ലെ, കുഞ്ഞു കുട്ടികളുടെ ആ ഹൃദയത്തിലേക്ക് എത്ര ഇലകള് നിന്റെ ഇലകൾ എത്ര സോഫ്റ്റ് ആയിട്ട് അവരെ കിസ് ചെയ്തിട്ടുണ്ടാകാം. Your branches seems to touch the sky, yet you were once as small as I. നിന്റെ ബ്രാഞ്ചസ് ആകാശത്തിനെ തൊടുന്നത് പോലെയാണുള്ളത് അല്ലേ? അല്ലേ? You are very big and stout. നമ്മൾ നേരത്തെ പറഞ്ഞു you are big, you are stout and you are strong. You are big എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? വലിയ മരത്തിന്റെ ശാഖകൾ നമുക്ക് തോന്നുന്നു ഇപ്പൊ ആകാശത്തിന് മുട്ടിയേക്കാമെന്ന് തോന്നും. The poet, the child says that കുട്ടികളാകുന്ന സമയത്ത് അങ്ങനെയൊക്കെ തോന്നിയേക്കാം അല്ലെ? ഇപ്പൊ നമുക്ക് വലിയ ടീച്ചേഴ്സിനും വലിയ പാരന്റ്സിനൊക്കെ നമ്മൾക്ക് അറിയാൻ പറ്റും ഈ മരം എന്തായിട്ടും ആകാശത്തിൽ നിന്ന് മുട്ടില്ലെന്ന്. പക്ഷെ കുഞ്ഞു കുട്ടികളായിരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അവർക്ക് എന്ത് തോന്നിയേക്കാം? ഈ മരം ഇപ്പൊ ആകാശത്തിന് മുട്ടുന്നുണ്ടാകാം എന്നൊക്കെ തോന്നിയേക്കാം അല്ലെ? അല്ലെ? ചെറിയ കുട്ടികൾക്ക് അങ്ങനെ തോന്നില്ലേ? യെസ്. Your branches seems to touch the sky, yet you were once as small as I. എന്നിരുന്നാലും നിന്റെ ശാഖകൾ, നിന്റെ ബ്രാഞ്ചസ് ആകാശത്തിൽ മുട്ടിയേക്കാം, എന്നാലും yet you are small, അല്ലെ? Still small as I. എന്നിരുന്നാലും നീ ഇപ്പോഴും കുട്ടി തന്നെയാണ്. Someday, ചില ദിവസങ്ങളിൽ അല്ലെ? someday അല്ലെ? എപ്പോഴെങ്കിലും എന്നുള്ള മീനിങ് എടുത്താൽ മതി. someday when I have grown up too, അല്ലെ? someday ഏതെങ്കിലും ഒരു ദിവസം ഞാനും നിന്നെ പോലെ വലുതായേക്കാം. someday when I have grown up too, ഞാനും നിന്നെ പോലെ വലുതായേക്കാം. I am coming back to visit you. ഞാൻ നിന്നെ പോലെ വലുതായതിനു ശേഷം, ഇപ്പോ സ്പീക്കർ ആരാണ്? കുട്ടിയാണ് അല്ലെ? കുട്ടി പറയാണ് ഒരുപാട് കാലം കഴിഞ്ഞ സമയത്ത് ഞാനും വലുതാകും. Okay, listen here. Someday when I have grown up too, I am coming back to visit you. ഞാൻ നിന്നെ കാണാൻ, നിന്നെ വിസിറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും വരും. I am coming back to visit you. ഞാൻ നിന്നെ വിസിറ്റ് ചെയ്യും. And change it though other things will be, I will find the same dear friendly tree. And change it though other things will be, I will find the same dear friendly tree. ഒരുപാട് ചേഞ്ചസ് എന്നിൽ ഉണ്ടായേക്കാം അല്ലെ?
അല്ലെ? ഒരുപാട് ചേഞ്ചസ് എന്നിൽ ഉണ്ടായേക്കാം. എന്നിരുന്നാലും ഞാൻ എന്റെ സെയിം ഫ്രണ്ട്ലി ട്രീന്റെ അടുത്തേക്ക് I will find the same dear friendly tree. ഞാൻ എന്റെ സെയിം സെയിം ഹിയർ മീൻസ് പഴയതുപോലത്തെ എന്റെ സെയിം ഫ്രണ്ട്ലി ട്രീയെ കണ്ടെത്തും. ഓക്കെ, മനസ്സിലായോ പോയം? മിസ് ഒന്നുകൂടി വായിച്ചു തരാം, എന്റെ മക്കൾക്ക് ക്ലിയർ ആവുമല്ലോ ഇപ്പോഴത്തേക്ക്. O tree, so big and stout and strong, you have lived so very, very long, 100 years or more, I am told, and yet you are not so very old. 100 secrets you could tell of children whom you love so well, who came and sat beneath your shade or underneath your branches played. 100 birds have built their nest, your leaves have softly kissed their breast. Your branches seems to touch the sky, yet you were once as small as I. Someday, when I have grown up too, I'm coming back to visit you, and changed though other things will be, I will find the same dear friendly tree. Okay. ഒന്ന് ആ പോയം വായിച്ചേ. ആരാ വായിക്കുക പോയം? രണ്ടാള് വായിച്ചാൽ മതി, നമുക്ക് സമയം തീരെയില്ല. ബാക്കിയുള്ളവർ വായിച്ചാൽ മാത്രം മതി, വീട്ടിൽ നിന്ന് വായിച്ചോ. ഈ പോയം ഒരുപാട് ആൾക്കാർ കൈവെക്കുന്നുണ്ട്. ഒന്ന് വായിച്ചേ അബ്ദുൽ ബാസിത്തെ. My tree. Oh tree, so big and tall and short, we lived so very, very long. 100 years or more, I am told, and yet you are not so very old. 100 said you could tell of children how you love so well, who come and sit beneath your shade or underneath your branches played. 100 birds have built their your leaves save softly kissed their breast. Your branches seem to touch the sky. You were once as small as I. Someday, when I have grown up too, I am coming back to visit you, and changed touch other things will be in the same dear friendly tree. Friendly tree. Okay, next ക്ലാസ്സിൽ വരുന്ന സമയത്ത് എല്ലാരും വായിച്ചിട്ട് വരണേ. ഓക്കെ, ഫാത്തിമ മെഹഫൂസ് ഒക്കെ വായിച്ചോ? ഞാൻ വായിക്കുന്നത് കേട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ബാക്കി എല്ലാവർക്കും വായിക്കാൻ അറിയാം. അലിനയ്ക്കും ഷെഫിക്കും ക്രിസ്റ്റി സിൻഡോയ്ക്കും എല്ലാവർക്കും എബിൻ ബിജുവിനൊക്കെ വായിക്കാൻ അറിയുന്ന എനിക്ക് നല്ലോണം അറിയാം കേട്ടാ. വായിച്ചോ? Or tree,
so big and stout and strong. You are lived so very, very long, 100 years or more. I am, and yet you are not very old. കേൾക്കുന്നില്ലല്ലോ. Also well, who came and sat beneath your shade or underneath your branch shade? 100 birds have built their nests. Your leaves have softly kissed their breasts. Your branch seemed to touch the sky, yet you were once as small as I. Someday, when I have grown up, I am coming back to visit you, and changed out other things will be. I will find the same dear friendly tree. ഒന്നും കേൾക്കുന്നില്ല. ഓക്കെ മിസ് മ്യൂട്ട് ആയിരുന്നു അല്ലേ? ഓക്കെ. നെക്സ്റ്റ് പേജ് നമ്പർ 21. Filling the blanks with the words that are opposite of the words in the bracket. താഴെ തന്നിരിക്കുന്ന സെന്റൻസിലെ ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യുക. ബ്രാക്കറ്റിൽ കൊടുത്ത വേർഡ്സിന്റെ ഓപ്പോസിറ്റ് വേർഡ് ആയിരിക്കണം ആ ബ്ലാങ്ക്സിൽ ഫില്ല് ചെയ്യേണ്ടത്. ഓ ട്രീ സോ ബിഗ് ആൻഡ് സ്റ്റൗട്ട് ആൻഡ് ഡാഷ്. സ്ട്രോങ് ആണ്. അവിടെ ഓപ്ഷൻ സോറി ബ്രാക്കറ്റില് വീക്ക് എന്നുള്ള വേർഡിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് വീക്ക് അല്ലെ? വീക്ക് എന്നുള്ള വേർഡിന്റെ ഓപ്പോസിറ്റ് വേർഡ് ആണ് സ്ട്രോങ്. സ്ട്രോങ് is the opposite word of weak. എഴുതുന്നില്ലേ സൂര്യദേവേ? എഴുതുന്നില്ലേ? എഴുതിയാ? സ്ട്രോങ്, STRONG. O tree so big and stout and strong, and yet you are not so very dash. യങ് എന്ന ബ്രാക്കറ്റിലുണ്ട്. യങ്ങിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? യങ്. ചെറുപ്പം എന്നതിന്റെ ഓപ്പോസിറ്റ് വേർഡ് വയസ്സായതിൽ ഓൾഡ്. യു ക്യാൻ റൈറ്റ് ദർ ഓൾഡ്, OLD, old. Third one, who came and sat dash your shade? Above. എന്നുള്ള വേർഡിന്റെ ഓപ്പോസിറ്റ് വേർഡ് ആണ് beneath, താഴെ. Who came and sat beneath your shade? Beneath, BENEATH. BENEATH, beneath your shade. And fourth one, yet you were once as dash as I. Big എന്നുള്ള വേർഡിന്റെ ഓപ്പോസിറ്റ് വേർഡ് ആണ് small. SMALL, small. Okay, small. That's enough. In the next answer this questions നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട. Fun with the words നോക്കിക്കോ. Fun with the words. Write rhyming words for the following. താഴെ തന്നിരിക്കുന്ന വേർഡ്സിന്റെ റൈമിംഗ് വേർഡ്സ് എഴുതുക. ഓക്കെ, ഫസ്റ്റ് വൺ സൺ. സൺ എന്നുള്ള വേർഡിന്റെ റൈമിംഗ് വേർഡ്സ് എഴുതിക്കോ. സൺ, ഫൺ, ബൺ. ഏതെങ്കിലും ഒന്ന് എഴുതിക്കോ. ഫൺ എഴുതിക്കോ. FUN, fun. Sun, fun or bun. Second one, blowing. Gnawing എഴുതിക്കോ. Blowing, gnawing. Gnawing എഴുതിക്കോ മക്കളെ. Gnawing നിങ്ങൾക്ക് അറിയാമെങ്കിൽ വേറെ വേർഡ് എഴുതിക്കോ. Gnawing, KNOWING. Gnawing. സ്പെല്ലിംഗ് കിട്ടാത്തവരുണ്ടെങ്കിൽ മിസ്സിനോട് പറയണേ. Gnawing.
K N O W I N G. Knowing. Next, day. Day. Say. S-A-Y. Say. Day. Say. Last one, could. Could. Should. Or would ആണെങ്കിലും കുഴപ്പമില്ല, ഏത് വേണമെങ്കിലും എഴുതിക്കോ. Should. S-H-O-U-L-D. S-H-O-U-L-D. Should. Next, match these following. Match these following. First one, rose, mango, coffee, apple, tea. Opposite side, groves, gardens, orchards, estates, plantations. അപ്പോൾ ഒന്നാമത്തെ നമ്മൾക്ക് എന്താ ഉൽപ്പന്നങ്ങളുടെ പേര് കാണാം. ഉൽപ്പന്നങ്ങൾ എന്നല്ല, അതുണ്ടാകുന്ന സ്ഥലങ്ങളുടെ പേരാണ് ഓപ്പോസിറ്റ് ഉള്ളത്. റോസ് ഉണ്ട്, മാംഗോ, കോഫി, ആപ്പിൾ, ടീ. ഇതൊക്കെ ഉണ്ടാവുന്നത് എവിടെയാണ് അല്ലെ? ഇത് പ്ലാന്റ് ചെയ്യുന്ന എവിടെയാണ് നമുക്ക് നോക്കാം. ഗ്രോവ്സ്, ഗാർഡൻസ്, ഓർച്ചർഡ്, എസ്റ്റേറ്റ്സ്, പ്ലാന്റേഷൻസ്. ഫസ്റ്റ് വൺ, റോസ്. റോസ് എവിടെ ഉണ്ടാവുക? റോസ് ബി, ഗാർഡൻസ്. റോസ് ഗാർഡനിലേക്ക് വരച്ചോ. റോസ് ടു ഗാർഡൻ, 1 to B. ഫസ്റ്റ് വൺ ബിയിലേക്ക് വരയ്ക്കാം. സെക്കൻഡ് വൺ, മാംഗോ. Mango to groves, A. Groves, A like varikka. Then third one, coffee. Coffee, that is to plantations, E. Plantations. Fourth one, apple. Apple to orchards, C. Last one, tea. Tea to estates. Estates. Finished? കഴിഞ്ഞില്ല എല്ലാവരും? Yes. That's enough for today. ഇന്നത്തേക്ക് അത്രയും മതി നമ്മുടെ ക്ലാസ്. Okay. Bye. See you in the next class. ഇത്രയും മതി. നമുക്ക് പാഠം തീരുന്നുണ്ടല്ലോ. ഞാൻ നിങ്ങൾക്ക് നോട്ട് ടൈപ്പ് ചെയ്ത് തരാം. ഒരു ലെസൺ ഉണ്ട്, അത് വേഗം ഇപ്പൊ തന്നെ കേട്ടാ. ഓക്കെ, ബൈ.